ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു SP Grandays. നിങ്ങളുടെ കൂടെ ഉള്ളത് ഷെഫ് രാജേഷ്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്ന ഡിഷ് ചെട്നാട് കോഴിപ്പിരട്ട്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഡിഷാണെന്ന് തോന്നുന്നു, കാരണം വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട്. എന്നാലും വളരെ ടേസ്റ്റിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് അതുപോലെ ചിക്കൻ വളരെ ചെറുതായിട്ടൊക്കെയാണ് കട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടിയിട്ടുള്ളത് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്. ഇതിൽ മസാല കൂട്ടെന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ച പേസ്റ്റ് വേണം. ഇതെല്ലാവർക്കും അറിയാം, കോഴി വറുത്തരച്ച കറി. അപ്പോൾ അതുപോലെ നിങ്ങൾ തേങ്ങ നോർമലി വറുത്തൊന്ന് പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ വറുത്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല. പിന്നെ ഇതിൽ നമ്മൾ 2 മസാല എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതായത് കൽപ്പാസി, മറാത്തി മുക്കും. ഇതും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇതൊരു കൽപ്പാസി എന്ന് പറയുന്നത് ഞാൻ ഡിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അത് പിന്നെ ക്രഷ് പെപ്പർ, കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓയിൽ, റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കടുക്. പിന്നെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടു. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ മെയിൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ, എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഒന്ന് ആഡ് ചെയ്യും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഗാർലിക്, ജിഞ്ചർ, ലൈക്ക് ഓണിയൻ, സവാള സ്ലൈസ് ചെയ്തത്, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് കറിവേപ്പില, സവാള ഇട്ട് പിന്നെ കുറച്ച് ഉപ്പ്, ഒന്ന് സവാളയുടെ മോയ്സ്ചർ ഒന്ന് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് നമുക്ക് അയക്കും. ഇതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാല ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാണ്. ഇതിലേക്ക് ഞാൻ തക്കാളി, ചിക്കൻ ഒന്ന് കുക്കായി വരാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, ചൂടുവെള്ളം. റോസ്റ്റഡ് കോക്കനട്ട് പേസ്റ്റ്, അത് വറുത്തരച്ച, അത് ഞാൻ കുറച്ച് ഒന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒരു ഹാഫ് ഡൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇപ്പോൾ ഇതിലേക്ക് ചെട്നാട് മസാലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കൽപ്പാസി, മറാത്തി മുക്ക്. അപ്പോൾ ഈ കൽപ്പാസി എന്ന് പറയുന്നത് ഒരു എഡിബിൾ ആയിട്ടുള്ള ഒരു ഫംഗലാണ്, അതാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മരങ്ങളിലും ഈ പായൽ പോലെ നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതുപോലെ മറാത്തി മുക്ക് എന്ന് പറയുന്നത് ഒരു വാനില പൊടി പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കുറച്ചുകൂടി ഇത് എപ്പോഴും നമ്മൾ നോക്കിയാൽ ഈ ചെട്നാട് എന്തിനാണ് ഇത്രയും കറുത്ത കളർ വരാനുള്ള കാരണമെന്നുള്ളത്. കാരണം ഈ 2 പൗഡേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതും ഈ വറുത്തരയും കൂടി. കുറച്ച് തേങ്ങാപ്പാൽ. അപ്പോൾ നമുക്കിത് കണ്ടറിയാം, നന്നായിട്ടൊരു കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇതിനകത്തൊരു പെരട്ട് പോലെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ചപ്പാത്തി, ദോശ, അപ്പം ഇതിലൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൽ ഞാൻ കുറച്ച് ലൈം ജ്യൂസ്, ഒരു 1/4 ലൈമിൻ്റെ ജ്യൂസ് മതി. ചെട്നാട് പെരട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് പാകാം. SP Grandays സ്പെഷ്യൽ ഹോമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നന്നായിട്ട് മൂവ്മെൻറ്റ്സ് ഉള്ള, ബാങ്കറ്റ്സിലായാലും ശരി റെസ്റ്റോറൻറ്റിലായാലും ശരി, നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു ഡിഷാണ് നമ്മൾ ഇവിടെ ഇപ്പം കാണിച്ചു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളത് സ്പൈസ് കുറച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെട്നാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പൈസി ഡിഷാണ്. അപ്പം വളരെ നല്ല ഈവൻ ചപ്പാത്തി, അപ്പം, ദോശ ഇതോടുകൂടെ നല്ലൊരു കോമ്പിനേഷനുള്ള ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. സോ എൻജോയ് കുക്കിംഗ്.